എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് വിളിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളിൽ കൂടുതൽ പേരും കുട്ടികളൊക്കെ ആയവരാണ് എന്ന്. പക്ഷേ എല്ലാവരും എനിക്ക് കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2022 ഒക്ടോബറിലെ എക്സാം ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ +2 ഹ്യൂമാനിറ്റീസിൻ്റെ എക്സാം ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നമ്മൾ ഇത്രയും ദിവസം ഒരു അന്തം വിട്ട ഓട്ടോ എന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു നിങ്ങളെല്ലാവരും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്നെ കേട്ടിരിക്കണം. അതുപോലെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ തിരിഞ്ഞ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലയളവെന്ന് പറയുന്നത്, നിങ്ങൾ എക്സാമിന് ഈ NIOSന് രജിസ്റ്റർ ചെയ്ത് ഇങ്ങോട്ടുള്ള കാലഘട്ടം ഇങ്ങോട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു തമാശ ചിരിയായിരിക്കും. കാരണം നിങ്ങളുടെ പഠിത്തത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. ചിലരെന്ത് ചെയ്തിട്ടുണ്ടാവാം, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് എക്സാമിൻ്റെ ആ ഡേറ്റൊക്കെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആദ്യമേ മുതലേ തന്നെ പഠിച്ചു തുടങ്ങിയ ഒരുപാട് പേരുണ്ടാവും. പിന്നെ കുറേ പേര് എന്താണ് ചെയ്യുന്നത്, പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും ബോധം ഉണ്ടാവുന്നത്, അയ്യോ എനിക്ക് എക്സാം എത്താറായല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങിയവരുണ്ടാവാം. പിന്നെ എക്സാമിന് ഒരു മാസം മുന്നേ എവിടെയെങ്കിലുമൊക്കെ പോയി, ചിലപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോകുന്നുണ്ടാവാം, അല്ലാതെ ചിലപ്പോൾ ചാനലുകളിലൂടെ പഠിക്കുന്നവരുണ്ടാവാം, സ്വന്തമായിട്ട് പഠിക്കുന്നവർ ഗൈഡ് ഉപയോഗിച്ചൊക്കെ പഠിക്കുന്നവരുണ്ടാകും. അപ്പോഴായിരിക്കും കുറച്ച് പേർക്ക് ബോധം വീഴുന്നു, അയ്യോ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാമെന്നുള്ളൊരു ഓർമ്മ. പിന്നെ ഒരാഴ്ചയ്ക്ക് മുന്നേ, എക്സാമിന് 2 ദിവസം മുന്നേ പഠിച്ചു തുടങ്ങിയവർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം ആരാണെന്നൊക്കെ. അതുപോലെ തന്നെ ഓരോ എക്സാം ആകുമ്പോഴത്തേക്കും വന്നിട്ട് എന്നോട് വാട്സപ്പിലൂടെ ചോദിച്ചവരുണ്ട്, അവർക്ക് ഗൈഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ഇങ്ങോട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നു, എന്നിട്ട് അതിൻ്റെ ഗൈഡിൻ്റെ പേജ് ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുമെന്ന്, ആ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും. അവർ കോപ്പി എടുത്തുകൊണ്ടെങ്കിലും പോയി എക്സാം അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ ഇംഗ്ലീഷിൻ്റെ എക്സാം മലയാളത്തിൽ എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചവരുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്തവർ മലയാളത്തിൽ എഴുതാമോ എന്ന് ചോദിച്ചവർ, അങ്ങനെ നിരവധി അവസാന ഘട്ടം എക്സാമിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ ഓടിയ ഓട്ടം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അതുവരെ ബുക്ക് തുറക്കാത്തവർ വരെ എന്ത് ചെയ്യും, എക്സാമിന് 2:30 എന്നുള്ള ടൈമിൽ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ വരെ പഠിക്കുന്നവർ. അപ്പോഴാണ് അവർക്ക് ബോധം ഉണ്ടാകുന്നത് പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച്. അങ്ങനെ വരെ പഠിച്ച് ഇതൊക്കെ ഇപ്പം തിരിഞ്ഞ് നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര തമാശയായിട്ടായിരിക്കും തോന്നുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തായിരുന്നു ഈ ഒരു മാസ കാലഘട്ടം കൊണ്ട് നിങ്ങളുടെ ഓട്ടം. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ മുന്നേയുള്ള ബാച്ചിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ കുട്ടികളും പഠിക്കാനും ഒക്കെ നല്ല മികവായിരുന്നു. പക്ഷേ എന്നെ ഇത്രയും ശല്യപ്പെടുത്തിയൊരു ബാച്ച് ഉണ്ടാവില്ല. കാരണം പഠിക്കാൻ വേണ്ടി ഇത്രയും തീവ്രമായിട്ട് ആഗ്രഹം ഉണ്ടായൊരു ബാച്ച്. ഒരുപക്ഷെ അവർക്ക് മറ്റെങ്ങും ക്ലാസ് കിട്ടാത്തത് കൊണ്ടാണോ, അതോ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനുള്ള ആവേശമാണോ എന്താണെന്നറിയില്ല. നമ്മൾ ഹിസ്റ്ററിയുടെ ക്ലാസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ ടീച്ചറെ പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങാമോ, അല്ലെങ്കിൽ സോഷ്യോളജി തുടങ്ങാമോ. സത്യത്തിൽ ഈ 3 സബ്ജക്റ്റാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്നത്: സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി. അപ്പോൾ ഈ 3 സബ്ജക്റ്റ് നമ്മൾ ഓരോ സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ അടുത്തത് പഠിക്കാനായിട്ട് ഇത്രയും ആവേശപ്പെട്ടിരിക്കുന്ന കുട്ടികളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് പഠിക്കാനൊരു ആവേശമായിരുന്നു നിങ്ങളിൽ പലർക്കും നമ്മൾ ആ കമൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം. നിങ്ങളുടെ ഈ ശല്യപ്പെടുത്തലാണ് സത്യത്തിൽ സോഷ്യോളജിയൊക്കെ ഇത്രയും കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു തരാം, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഈ പഠിക്കണമെന്നുള്ള ആ താല്പര്യവും ശല്യപ്പെടുത്തലും കൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്ററിൽ നിന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്. അതിന് നിങ്ങളെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഇത്രയും പഠിക്കാൻ ആഗ്രഹമുള്ളൊരു ബാച്ച്. അപ്പോൾ അടുത്ത വരാനിരിക്കുന്ന ഏപ്രിൽ ബാച്ചുകാർ ഇവരെ കണ്ടു പഠിക്കുക. ഈ ഏപ്രിൽ ബാച്ചുകാരുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഓരോ പഠന രീതിയും അതുപോലെ നിങ്ങളുടെ കമൻസും നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നെല്ലാം വീക്ഷിച്ചിട്ട് രഹസ്യമായിരുന്ന് വീക്ഷിക്കുന്ന കുറേ ഏപ്രിൽ ബാച്ചുകാരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, എന്ത് ചെയ്യുക, നിങ്ങൾ തുടക്കം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. അവരിപ്പോഴേ ചോദിക്കുകയാണ്, ഹിസ്റ്ററിയുടെ ക്ലാസ്സൊക്കെ എന്ന് മുതലാണ് ഞങ്ങൾക്ക് തരുന്നതെന്ന്. നിങ്ങൾക്കുള്ള ക്ലാസ്സുകളും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ബാച്ചിൻ്റെ അസൈൻമെൻറ്റിനുള്ള സമയമായിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ 3 സബ്ജക്റ്റാണ് ഞാൻ പഠിപ്പിക്കുന്നതെങ്കിലും എന്നെക്കൊണ്ട് കഴിയും വിധം മലയാളത്തിൻ്റെ സബ്ജക്റ്റ് അത് എൻ്റെ കയ്യിൽ ഗൈഡ് ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളോടൊപ്പം തന്നെ ഞാനും ആ മലയാളത്തിലെ ഗൈഡിലെ ഓരോ ചാപ്റ്ററും മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടാവുന്നിടത്തോളം അപ്ലോഡ് ചെയ്തിരുന്നു. ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നു. ബിസിനസ് സ്റ്റഡീസ് കുറച്ച് കുട്ടികൾ ക്ലാസ് ആവശ്യപ്പെട്ടു, പക്ഷേ എൻ്റെ കയ്യിൽ ഗൈഡ് ഉണ്ടായിരുന്നു.
പക്ഷേ ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിച്ച് പിന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കി വരുമ്പോൾ എനിക്ക് സോഷ്യോളജിയുടെ ക്ലാസ് ഇത്രത്തോളം അപ്ലോഡ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് സ്റ്റഡീസിനെ മാറ്റി വെച്ചത്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്തു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കായിട്ട് തന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ എക്സാം കാലഘട്ടത്തിൽ നിങ്ങളുടെ പഠനം എങ്ങനെയായിരുന്നു, അതുപോലെ നമ്മുടെ ചാനൽ എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനകരമായി എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വിലയിരുത്തൽ. ഇതിനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. ഞാൻ ജസ്റ്റ് തമാശയ്ക്ക്, അതായത് ഞാനും നിങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ആ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ കുറച്ച് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ 5 മിനിറ്റ് കേട്ടിരുന്നതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ അതുപോലെ നമ്മുടെ ചാനലിനെ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനിയുള്ള ബാച്ചുകൾ നിങ്ങൾക്കറിയാവുന്നവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ കേരള +2 അതുപോലെ 10ാം ക്ലാസ്സൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറേ പേർക്ക് അങ്ങനെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോസ് കാണാതിരിക്കരുത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കഴിയുമ്പോൾ നിങ്ങളും കയറി കാണുകയൊക്കെ വേണം. പിന്നെ ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളോടൊത്ത് നിന്ന് ഈ ക്ലാസ്സുകൾ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരുപാട് പേര് ട്യൂഷൻസ് കിട്ടാതെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. എനിക്കറിയാം, പേഴ്സണലി എന്നെ വന്ന് കോൺടാക്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. വീട്ടിൽ ഹസ്ബൻഡിൻ്റെ മാത്രം സപ്പോർട്ടോടുകൂടി പഠിക്കുന്ന ഒരുപാട് ഹൗസ് വൈഫ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നോട്ടൊന്നും കിട്ടാത്ത കുട്ടികളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, അങ്ങനെയുള്ള ഒരുപാട് പേര് എന്നെ ചാനലിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ച് ക്ലാസ്സുകൾക്ക് വേണ്ടി. അപ്പോൾ അവരെയാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർക്ക് എൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിൽ ഞാൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധി വരെ എന്നെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് വരെ ഞാൻ നിങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബാച്ചുകാർ, ഇനി വരാനിരിക്കുന്നവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നല്ല മാർക്ക് നേടട്ടെ. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് വന്നിട്ടേ, നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടേ ഞാൻ ഈ വീഡിയോ പബ്ലിക് ആക്കുകയുള്ളൂ. കാരണം എനിക്കറിയാം 5:30 വരെ നിങ്ങൾ എക്സാം ഹാളിലാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നതിന് ശേഷം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് കണ്ട എല്ലാവരും, അതുപോലെ തന്നെ ഈ വീഡിയോസ് ആവശ്യമില്ലാത്തവർ കൂടി അല്ലേ, മറ്റുള്ളവർ കൂടി ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത ബാച്ചുകാരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാസ്സുകളാണ് ആവശ്യമുള്ളതെന്ന് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ എക്സാമിൻ്റെ റിസൾട്ട് എന്നാണ് വരുന്നതെന്നല്ലേ. അപ്പോൾ സാധാരണയായി 1.5 മാസത്തിനുള്ളിൽ, നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് 1.5 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 45 ദിവസം, അത് തന്നെയാണ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിനുള്ള സമയം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.